ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മൾ ഈ ഒരു നവരാത്രി കാലത്തെ ചില അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില സവിശേഷതകൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നാളെ തുടങ്ങുന്ന സെപ്റ്റംബർ 22 തുടങ്ങുന്ന 9 രാത്രികളും 10 പകലുകളും ചേരുന്ന ഈ നവരാത്രി വേളയിൽ എല്ലാ സജ്ജനങ്ങളും വ്രതാനുഷ്ഠാനത്തോടു കൂടി ജഗദംബികയെ ധ്യാനിക്കുന്ന ഒരു കാലയളവാണിത്. അതിൽ തന്നെ നമുക്കറിയാം, ആദ്യത്തെ 3 ദിവസം മഹാകാളി ഭാവത്തിലും പിന്നീടുള്ള 3 ദിവസം മഹാലക്ഷ്മി ഭാവത്തിലും ഏറ്റവും ഒടുവിലുള്ള അഷ്ടമി, നവമി, ദശമി ദിനങ്ങളിൽ മഹാസരസ്വതിയായിട്ടും അമ്മയെ നമ്മളൊക്കെ പൂജ ചെയ്യാറുണ്ട്. ഈ 3 ഭാവങ്ങളിൽ അമ്മയെ പൂജിക്കുന്നത് വഴി മഹാകാളി ഭാവത്തിൽ പൂജിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഐക്യഭാവത്തിനും അതേപോലെ സമൃദ്ധിക്കും ഒക്കെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് വിശ്വാസം. മഹാലക്ഷ്മി ഭാവത്തിൽ അമ്മയെ സേവിക്കുമ്പോൾ കുടുംബത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നതിന് ലക്ഷ്മി ദേവിയുടെ കൃപയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ 3 നാൾ മഹാസരസ്വതി ഭാവത്തിൽ പൂജിക്കുമ്പോൾ വാഗ്ദേവതയുടെ അനുഗ്രഹം, അറിവ് നമ്മളിലേക്കൊക്കെ പകർന്നു കിട്ടുമെന്നും നമുക്കറിയാം. പരമമായി അറിയേണ്ടത് യാതൊന്നാണോ, യാതൊന്നറിഞ്ഞാലാണോ മറ്റുള്ളതൊന്നും ഇനിയും അറിയേണ്ടതില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നത്, ആ പരമമായ ജ്ഞാനത്തെയാണ് വാണീദേവി, സരസ്വതീ ദേവി നമുക്ക് അനുഗ്രഹത്തിലൂടെ തരുന്നത്. ഈ അറിവാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും കുടുംബ ഭദ്രതയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ മൂലതന്തുവായി വർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പലപ്പോഴും ഈ ഒരു അറിവിൻ്റെ അഭാവമാണ് കുടുംബ ഐക്യമില്ലായ്മയുടെയും തദ്വാര സമ്പത്തിന് ഇരിപ്പിടമില്ലാതെയാവുകയും ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ. അപ്പോൾ ജഗദംബികയെ ധ്യാനിക്കുക വഴി, സേവിക്കുക വഴി നമുക്ക് സമൃദ്ധിയും സമ്പത്തും അറിവും ഈ നവരാത്രി കാലയളവിൽ വേണ്ട വിധത്തിൽ സേവ ചെയ്യുന്നതിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയും ഈ 9 നാളുകളിൽ
നമുക്കറിയാം 9 ഭാവങ്ങളിലാണ് അമ്മയെ സേവ ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിലാണ് നമ്മളൊക്കെ അമ്മയെ പൂജിക്കുന്നത്. ഈ 9 ദിവസങ്ങളിലും 9 നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അമ്മയുടെ 9 ഭാവങ്ങൾക്ക് അനുയോജ്യമായ 9 നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് നിഷ്കർഷിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിൽ അമ്മയെ ആരാധിക്കുമ്പോൾ, സേവിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ ദിവസം അമ്മയുടെ ബ്രഹ്മചാരിണി ഭാവത്തെ പൂജ ചെയ്യുമ്പോൾ ചുവപ്പ് നിറത്തിലെ വസ്ത്രമാണ് ധരിക്കേണ്ടത്. മൂന്നാമത്തെ നാൾ ചന്ദ്രഖണ്ഡ ഭാവത്തിൽ അമ്മയെ ധ്യാനിക്കുമ്പോൾ നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. നാലാമത്തെ നാൾ കൂഷ്മാണ്ഡ ഭാവത്തിൽ അമ്മയെ ധ്യാനിക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. അഞ്ചാമത്തെ നാൾ സ്കന്ദമാതാവിനെ പൂജിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ആറാമത്തെ നാള് കാത്യായനി ഭാവത്തിലാണ് അമ്മയെ സേവ ചെയ്യേണ്ടത്. അന്ന് ഗ്രേ കളറിലെ വസ്ത്രമാണ് ധരിക്കേണ്ടത്, അഥവാ ചാരനിറത്തിലുള്ള വസ്ത്രമാണ് അന്ന് ധരിക്കേണ്ടത്. ഏഴാമത്തെ നാൾ കാളി അഥവാ കാലരാത്രി എന്ന ഭാവത്തിൽ അമ്മയെ നമ്മൾ പൂജിക്കുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. എട്ടാമത്തെ നാള് മഹാഗൗരി ഭാവത്തിൽ അമ്മയെ പൂജ ചെയ്യുമ്പോൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം നമ്മൾ മയിൽപ്പീലിയിലൊക്കെ കാണുന്ന ആ ഒരു പച്ച നിറം ആണ് വേണ്ടത്. ഒൻപതാം നാൾ സിദ്ധദാത്രി ഭാവത്തിൽ അമ്മയെ ധ്യാനിക്കുമ്പോൾ പിങ്ക് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ജ്ഞാനികൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 9 ദിവസങ്ങളിൽ അമ്മയുടെ 9 ഭാവങ്ങളിൽ അതിന് നിഷ്കർഷിച്ചിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് അമ്മയെ ഉപാസിക്കുക വഴി എല്ലാ ശാക്തേയ ഭക്തർക്കും അവരുടെ ആഗ്രഹപൂർത്തിയും സമ്പത്തും അതുപോലെ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനവും വിദ്യാഭ്യാസപരമായ ഉന്നതിയും അതിലേറെ മരണാനന്തര മോക്ഷവും ഫലമായിട്ടാണ് പറയാറുള്ളത്. കാരണം നമുക്കറിയാം, വ്രതങ്ങളുടെയൊക്കെ റാണിയായിട്ടാണ് നവരാത്രി വ്രതത്തെ കണക്കാക്കുന്നത്. ഇങ്ങനെ ഈ 9 ഭാവങ്ങളിൽ അമ്മയെ പൂജ ചെയ്യുന്നവർക്ക് ഈ 9 നാളുകളിലായി പാരായണം ചെയ്യുന്നതിന് നമുക്കറിയാം ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ദേവി മാഹാത്മ്യം, അതേപോലെ തന്നെ സൗന്ദര്യലഹരി, ദേവി നാരായണീയം, അതേപോലെ ദേവി ഭാഗവതം തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ
കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഇതിനോടൊപ്പം നമുക്ക് അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് പാരായണം ചെയ്യാവുന്നതാണ്. ഇതിൽ ചിലതൊക്കെ നമ്മൾ പാരായണം ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് കൂടി ഇതിനോടൊപ്പം ചേർക്കാമെന്ന് കരുതുന്നു. കഴിയുന്നതും ഇതിലേതെങ്കിലുമൊക്കെ പാരായണം ചെയ്ത് ഒന്നിനും പറ്റിയില്ലെങ്കിൽ അമ്മേ നാരായണ ജപിച്ചിട്ടാണെങ്കിലും ഈ 9 നാൾ അമ്മയെ ധ്യാനിക്കുക വഴി അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭക്തർ സജ്ജനങ്ങൾ പാത്രീഭവിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയിപ്പിച്ച ഓരോ വാക്കും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.